ദിലീപ് കോടതിയിലേക്ക് പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ദൃശ്യങ്ങൾ അല്പസമയത്തിന് തന്നെ ലഭ്യമാകും. ഇപ്പോൾ കോടതിയിലേക്ക് ദിലീപും സംഘവും പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏറെ നിർണായകമായ ഒരു വിധി ദിനമാണ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളത് എന്നുള്ളതാണ്. ബലാത്സംഗം നടത്താൻ കൊട്ടേഷൻ കൊടുത്തതിൽ ഒരു സൂപ്പർ താരം, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കാം മലയാള സിനിമയെ അടക്കി വാണിരുന്ന ഒരു സൂപ്പർ താരം ജയിലഴികളിലേക്ക് പോകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ദിലീപാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം. ദിലീപ് കോടതിയിലേക്ക് പുറപ്പെടുന്ന ദൃശ്യങ്ങൾ. ഒരുപക്ഷെ ഈ കാറിനുള്ളിൽ ദിലീപുണ്ട്. ദിലീപിൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തിനൊപ്പമുണ്ട്. അനിയനടക്കം ദിലീപിനൊപ്പം കോടതിയിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കണം. വളരെ പെട്ടെന്ന് ആ ദൃശ്യങ്ങളുടെ വളരെ കൃത്യമായ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തും. നമുക്കറിയാം, ഏതാണ്ട് 10 പ്രതികളുള്ള കേസാണ്. 2017 ഫെബ്രുവരി 17 നടന്ന ഒരു സംഭവം. അതിനുശേഷം മലയാള സിനിമയുടെ ചരിത്രത്തിൽ നേരത്തെ ഡാനി പറഞ്ഞതുപോലെ രണ്ടായി സിനിമാ രംഗം മാറുന്ന, ഡിവൈഡ് ആകുന്ന ദൃശ്യങ്ങൾ, കാഴ്ചകൾ നമ്മൾ കണ്ടു. മലയാള സിനിമയുടെ ചരിത്രം രേഖപ്പെടുത്തുക, നടിയെ ആക്രമിച്ച് കേസ് നടന്ന 2017 ഫെബ്രുവരി 17 ശേഷവും മുൻപും എന്നായിരിക്കും ഒരു പക്ഷേ. അത്രത്തോളം പ്രമാദമായ ഒരു സംഭവത്തിൻ്റെ വിചാരണ നടപടികൾ കഴിഞ്ഞ 8 വർഷമായി നടക്കുകയാണ് എന്നുള്ളതാണ്. കോടതിയിലേക്ക് നടൻ ദിലീപ് പുറപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ കോടതിയിലെത്തി വിചാരണ നടപടികൾക്ക് വിധേയമാകണം. കോടതിയുടെ തീരുമാനം, നിരീക്ഷണം എന്താണ് എന്നുള്ളത് കാത്തിരുന്നു കാണണം. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 8 വർഷം നീണ്ട വിചാരണ നടപടികളുടെ ഒരു ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ആർക്കനുകൂലമാകും? ദിലീപിന് ആശ്വാസമാകുമോ, അതോ സൂപ്പർ താരം ഇരുമ്പഴിക്കുള്ളിലേക്ക് പോകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇന്ന് വരുന്ന ദിവസമാണ്. എത്രയോ വിചാരണ നടപടികൾ, എത്ര മൊഴികൾ, 200-ന് മുകളിൽ സാക്ഷികളെ വിസ്തരിക്കുന്ന ഒരു കേസ്, സാഹചര്യ തെളിവുകളിൽ കൂടുതലായും പ്രോസിക്യൂഷൻ ആശ്രയമർപ്പിക്കുന്ന ഒരു കേസ്,